ശ്രീ കമൽ, ഈ സന്ദേശം സിനിമയിൽ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നിൽ തിലകൻ അച്ഛൻ്റെ വേഷത്തെ തിലകം വന്നിരിക്കുന്നുണ്ട്. അപ്പം ശ്രീനിവാസൻ ആകെ ഭയന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്താ പേടിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു വല്ല ബൂർഷ മുതലാളിമാരാണെന്ന് പറയുന്നുണ്ട് ശ്രീനിവാസൻ. അപ്പോൾ തിലകൻ ചോദിക്കുന്നുണ്ട് മുതലാളിമാരെ തന്നെ പേടിക്കുന്നത്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് അവരെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. അവർ സ്ഥിതിസമത്വത്തിൻ്റെ വഴിയിൽ കുപ്പിച്ചില്ലുകളാണ്, കാരമുള്ളുകളാണ്, കാളസർപ്പങ്ങളാണ് എന്നാണ് പറയുന്നത് ശ്രീനിവാസൻ. ശ്രീ കമൽ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ വിദ്യാർത്ഥി സംഘടനാ കാലത്ത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ധരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയും. എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ്റെ ഓരോ സിനിമയിലെ ഓരോ ഡയലോഗുകൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ മധ്യവർഗത്തിൽപ്പെട്ട അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഓരോ മനുഷ്യനും ഏതെങ്കിലും ഒക്കെ അർത്ഥത്തിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ലേ? എല്ലാ ദിവസവും എന്നോണം ശ്രീനിവാസൻ ത്തിൻ്റെ ഡയലോഗുകൾ നമ്മൾ ഓർക്കുന്നതും ഇന്ന് താങ്കൾ വന്നതാണ് അവിടെ ടൗൺ ഹാളിലടക്കം ഈ രാത്രി ഉദയംപേരൂരടക്കം കാണുന്ന അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ വരുന്ന നൂറുകണക്കിനായ മനുഷ്യർ. ശ്രീ എം കമൽ. തീർച്ചയായും ശ്രീനിവാസനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഇതൊക്കെ എവിടെ നിന്ന് ആർജിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ശ്രീനിവാസൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളും ശ്രീനിവാസൻ്റെ സംഭാഷണങ്ങളും അറിയുള്ളൂ. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ശ്രീനിവാസനെ ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പറയുന്നത്, അദ്ദേഹം നമ്മൾ കാണാത്ത കാഴ്ചകളിലൂടെ ജീവിതത്തെയും സമൂഹത്തെയും നോക്കി കാണുന്ന ഒരാളാണ്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴോ ഒരുമിച്ച് ഇടപഴകുന്ന സമയത്തൊക്കെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ചില മനുഷ്യരെ അവരുടെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളൊക്കെ ശ്രീനിവാസൻ കണ്ടെത്തുകയും അത് എന്നോട് ചോദിക്കുകയും ചെയ്യാറുണ്ട്. കമൽ ശ്രദ്ധിച്ചിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്ര സൂക്ഷ്മമായ രീതിയിൽ മനുഷ്യനെ നിരീക്ഷിക്കാനുള്ളൊരു വലിയ പാഠവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ ഇത്രമാത്രം കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു സാങ്കല്പിക ലോകത്തിൽ ഒരു കാൽപ്പനിക ലോകത്ത് ജീവിച്ചിരുന്നൊരു എഴുത്തുകാരനല്ല. അപ്പോൾ ഞാൻ പലപ്പോഴും നേരെ തിരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴെപ്പോഴും എന്നോടൊരു വിമർശനമായിട്ട് പറയുന്നത്, കമൽ ഈ സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ഒരു കാൽപ്പനികമായ ലോകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ശ്രീനിവാസൻ നേരെ തിരിച്ചാണെന്ന് അദ്ദേഹം തന്നെ പറയുമായിരുന്നു. അദ്ദേഹം കാണുന്നത് സൂക്ഷ്മാംശത്തിൽ മനുഷ്യനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു ബൂർഷ്വാസിയെ ആ രീതിയിൽ നോക്കിക്കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. അതേ സിനിമയിൽ തന്നെ നമുക്കറിയാം. അപ്പോൾ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ ചിലപ്പോഴെങ്കിലും വിമർശനം നേടിയിട്ടേണ്ടി വന്നിട്ടുള്ളത് തന്നെ രാഷ്ട്രീയക്കാരെ പരിഹസിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാരനെ പരിഹസിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരനെ പരിഹസിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ നിശ്ചിതമായിട്ട് ആ സിനിമയിൽ പരിഹസിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാവുന്നതാണ്. ബൂർഷയെ കളിയാക്കുമ്പോഴല്ലെങ്കിൽ ബൂർഷയെ അങ്ങനെ ഒരു അമർഷത്തോട് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അതല്ലാതെ ഒരു വശം മാത്രം നമ്മൾ പറയില്ല, വൺ സൈഡഡ് ആയിട്ട് മാത്രം കാണുന്ന ഒരാളായിരുന്നില്ല. അതിന് നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിഷ്പക്ഷത എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നതുണ്ട്. ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കൊരു പക്ഷം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ശ്രീനിവാസൻ്റേതായ പക്ഷമുണ്ട്, എഴുത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളിലൊക്കെ തന്നെയുണ്ട്. പക്ഷേ കഥാപാത്രങ്ങളിലൂടെയും സിനിമയിലൂടെയും കടന്നു പോകുമ്പോൾ അദ്ദേഹം രണ്ട് സൈഡും കാണുന്നുള്ളതാണ്. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദർശനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമയും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതും ഓരോ കഥാപാത്രങ്ങളും വേറിട്ട് നിൽക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.